ഹായ് ഗൈസ്, ഞങ്ങൾ ഒരു കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഞങ്ങളും പരീക്ഷിച്ച് നോക്കിയിരിക്കുകയാണ് ദോശക്കല വെച്ചുണ്ടാക്കാൻ പറ്റുന്ന കേക്ക്. എന്നാലും അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ. അടുത്ത പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ബിസ്ക്കറ്റും പാലും മാത്രമാണ് ഇൻഗ്രീഡിയൻസ് വരുന്നത്. ഓറിയോ ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 10 രൂപയുടെ 3 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയൊരു പാക്കറ്റ് എടുത്താലും മതി. നമുക്കിതാദ്യം ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഞാനിവിടെ ബിസ്ക്കറ്റെല്ലാം പൊട്ടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലോട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ആദ്യം നമുക്ക് ചെറിയ തരിയോടെ ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം. എന്നിട്ട് കുറച്ചെടുത്ത് മാറ്റി വയ്ക്കണം. നമുക്ക് ലാസ്റ്റ് ഇത് വേണ്ടി വരും. ബാക്കിയുള്ളത് നല്ല ഫൈനായിട്ട് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇത് തികച്ചും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. ഇനി നമുക്ക് കുറേശ്ശെ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ മധുരം ചേർക്കുന്നുണ്ടെങ്കിൽ പാൽ തിളപ്പിക്കുമ്പോൾ അതിൻ്റെ അകത്ത് പഞ്ചസാര ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇളം ചൂട് പാൽ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്, തണുത്ത പാൽ ഒഴിക്കരുത്. നമ്മൾ മിക്സ് റെഡിയാക്കുമ്പോൾ ഒരുപാട് ഇട്ട് ഇളക്കരുത്, വളരെ സോഫ്റ്റായിട്ട് ഇളക്കിയെടുക്കണം. അതുപോലെ തന്നെ ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ മിക്സ് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ആ പാത്രത്തിലോട്ട് അല്പം ഓയിലൊന്ന് തൂത്ത് കൊടുക്കണം. ഞാനിവിടെ ഇതിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കേക്ക് മിക്സ് നമുക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. അലൂമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് കവർ ചെയ്യാം. അല്ല ഇതിന് പറ്റിയ ഏതെങ്കിലും ഒരു അടപ്പ് വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓണാക്കാം. സ്റ്റൗ ഓണാക്കിയിട്ട് ഒരു പഴയ ദോശക്കല്ല് നമുക്കതിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഒരു 25 തൊട്ട് 30 മിനിറ്റ് വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഒരു 25 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്നിട്ട് വെന്തിട്ടില്ല എന്ന് തോന്നുവാണെങ്കിൽ ഒരു 5-10 മിനിറ്റ് പിന്നെ ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ അടിപൊളി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കേക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ പുറത്തോട്ട് കുറച്ച് ചോക്ലേറ്റ് ഞാനിവിടെ മെൽറ്റാക്കി വെച്ചിട്ടുണ്ട്. ഡബിൾ ബോയിൽ ചെയ്തിട്ട് അതിൻ്റെ മണ്ടയിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ആദ്യമേ ചെറിയ തരിയോടുകൂടി പൊടിച്ച് മാറ്റി വെച്ചിരുന്ന ബിസ്ക്കറ്റില്ലേ, അത് ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് വിതറി കൊടുക്കാം. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഓറിയോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ദോശക്കല്ല് വെച്ച് ഫസ്റ്റ് ടൈമാണ് പരീക്ഷിച്ച് നോക്കുന്നത്. ഏതായാലും സക്സസ് ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസ് ഇനിയും കിട്ടുവാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്തേക്കണേ.